this weary clay. Lord, have your way. My spirit sighs to find my peace in the skies. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് ശരിക്കും പണത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ പ്രാർത്ഥന മുതൽ വലിയ ആരാധന വരെ പലപ്പോഴും പണം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക പ്രാർത്ഥന വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ പണം, അല്ലെങ്കിൽ ഒരു വഴിപാടോ നേർച്ചയോ, വീണ്ടും പണം. പക്ഷേ ഒരു നിമിഷം നിർത്തി ചിന്തിച്ചാൽ, ദൈവം ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പണം വേണമെന്ന്? ബൈബിളിൽ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇന്ന് നമുക്ക് സത്യത്തെ അന്വേഷിക്കാം. പലപ്പോഴും മനുഷ്യർ സൃഷ്ടിച്ച രീതികളല്ല ദൈവവചനം പറയുന്ന സത്യം. ദൈവം ആരാണ്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ആരാണ്. ബൈബിളിൽ നമ്മളോട് പറയുന്നു, ദൈവം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. ഭൂമിയും ആകാശവും സമുദ്രവും എല്ലാം അവൻ്റെ സൃഷ്ടിയാണ്. സങ്കീർത്തനം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയും അതിലെ സമ്പൂർണതയും യഹോവയുടേതാവുന്നു. അതായത് നമുക്ക് സ്വന്തമായി ഒന്നുമില്ല. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മൾ സമ്പാദിക്കുന്ന പണം, നമ്മൾ കൈവശം വെക്കുന്ന വസ്തുക്കൾ, അങ്ങനെ എല്ലാം അവൻ്റെ അനുഗ്രഹം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് എന്താണ് കൊടുക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന്, വീണ്ടും ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? ദൈവത്തിന് പണം ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം എന്നെ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും. എനിക്ക് ദൈവത്തിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ വേണം എങ്കിൽ നിങ്ങൾ സൗഖ്യമാകും. നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് പണം വേണമെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 17:25 പറയുന്നു, അവന് ഒന്നിനും ആവശ്യമില്ല. ദൈവം മനുഷ്യന്റെ കൈകൊണ്ട് ഒന്നും ആവശ്യമില്ല. അവൻ സ്വയം സമ്പൂർണനാണ്. അവൻ ആരുടെയും സഹായം ആശ്രയിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ ലോകത്ത് പലരും ദൈവത്തെ ഒരു വ്യാപാരമായി മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഫീസ്, അനുഗ്രഹത്തിന് പണം, ആരാധനയ്ക്കുള്ള പലതരത്തിലുള്ള നിരക്കുകൾ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്?
ഇത് ദൈവത്തിൻ്റെ വഴിയാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ സൃഷ്ടിയാണോ? ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന ചതികൾ ദിവസവും നമ്മൾ കാണുന്നതാണ്. ബൈബിളിൽ ഒരു ശക്തമായ സംഭവം കാണാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12-ാം വാക്യം. യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ആളുകൾ വ്യാപാരം ചെയ്യുന്നത് കണ്ടു. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ദേവാലയം ഒരു കച്ചവട സ്ഥാപനമായി മാറുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്. യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ആളുകൾ വ്യാപാരം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അവൻ കോപത്തോടെ അവരെ പുറത്താക്കി. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരേ ഒരു കാരണം, ദൈവത്തിൻ്റെ വീട് വ്യാപാര കേന്ദ്രമാക്കിയതുകൊണ്ട്. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഭവനം വ്യാപാര കേന്ദ്രമാക്കിയത്. ഇന്ന് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും മത്സരിച്ച് ആരാധനാലയങ്ങൾ പണിയുന്നത്. പണ്ടുകാലത്ത് ദൈവത്തെ വർഷിപ്പിക്കുവാൻ വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി മനുഷ്യർ ഒരു ചെറിയ ഇടം മാത്രം തേടിപ്പോയിരുന്നു. ഒരു ചെറിയ കൂരക്കീഴിൽ മനുഷ്യ സമൂഹം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഇന്ന് വലിയ സഭ, വലിയ പള്ളികൾ, ഏറ്റവും കൂടുതൽ ആസ്തി, ഏറ്റവും വലിയ സഭാ നേതൃത്വം, പലപ്പോഴും ഇതൊക്കെയാണ് അടുത്ത ആരാധനാലയത്തേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കണം എന്ന ചിന്ത പലപ്പോഴും മത്സരിച്ച് നേടുന്നു. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണുന്നത്, ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇടമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചുറ്റുവട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു പണക്കാരന് ലഭിക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടിയാണോ ഒരു പാവപ്പെട്ടവന് മറ്റുള്ളവർ നൽകുന്ന ഇമ്പോർട്ടൻസ്? പലപ്പോഴും സഭയിലും മറ്റും കാണുന്നത്, ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ആൾ ഒരു പ്രത്യേക സ്ഥാനം, ഏറ്റവും കുറവ് കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും താഴ്ന്ന ഒരു സ്ഥാനം. മനുഷ്യനെ പണം കൊണ്ട് മാത്രമല്ല, മനുഷ്യന്റെ നന്മ കൊണ്ടും കൂടെ വേണം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും പല ദേവാലയങ്ങളും ഓരോ പടി മുന്നോട്ട് പോകും തോറും അവിടെ മത്സരങ്ങളും മത്സരബുദ്ധികളും ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും താഴേക്കിടയിൽ ഉണ്ടാവുന്ന ജനങ്ങളുടെ സമ്മർദ്ദം പലരും മനസ്സിലാക്കുന്നില്ല. നാം കാണാറുണ്ട് പലപ്പോഴും ആരാധനയ്ക്കുള്ള സ്ഥലവും
തരക്കേടില്ലാത്ത ഒരു ആരാധനാലയം ഉണ്ടായിട്ട് പോലും വീണ്ടും അതിനെ ലക്ഷങ്ങൾ മുടക്കി മറ്റുള്ളവരെക്കാൾ മോഡിഫൈ ചെയ്ത് വീണ്ടും കുഴപ്പമില്ലാത്ത ആരാധനാലയങ്ങൾ പോലും വീണ്ടും പൊളിച്ച് നല്ല രീതിയിൽ വീണ്ടും പണിയുന്നു. നല്ലത്. പക്ഷേ താഴേക്കിടയിലുള്ള ജനങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, കൂടുതൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതൊക്കെയാണ് ഓരോ ദിവസവും നാം കാണുന്നത് നമുക്ക് ചുറ്റും. ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം ഇങ്ങനെ ഒരു വേർതിരിവ് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 12 അതാണ് ദൈവം പറയുന്നത്. യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ആളുകൾ വ്യാപാരം ചെയ്യുന്നത് കണ്ടു. അവൻ കോപത്തോടെ അവരെ പുറത്താക്കി. ദൈവത്തിന്റെ വീട് ഒരിക്കലും ഒരു വ്യാപാര കേന്ദ്രമാക്കിയത്, അത് ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വിശ്വാസത്തെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നത്. പലപ്പോഴും നാം കാണുന്നത് ഭയപ്പെടുത്തിയാണ് ആളുകളിൽ നിന്നും പണം വാങ്ങുന്നത്. ഇത് കൊടുത്താൽ അനുഗ്രഹം കിട്ടും എന്ന വാഗ്ദാനം പലപ്പോഴും നാം കാണാറുണ്ട്. നമുക്ക് ചുറ്റും പലപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ്, ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ നിനക്ക് ശാപം, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല. ഒരിക്കലും ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല നീ പണം കൊടുത്ത് മാത്രമേ നിനക്ക് അനുഗ്രഹം കിട്ടൂ എന്ന്. നിന്റെ പ്രവൃത്തികളിലൂടെ മാത്രമാണ് നിനക്ക് അനുഗ്രഹം കിട്ടുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ദാനം നൽകുക. ദാനം ആരാധനാലയത്തിലൂടെ മാത്രമല്ല ദാനം. പലപ്പോഴും നാം കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് പോലും എനിക്ക് ഇത്ര പൈസ, ഇത്ര പൈസയാണ് ഒരു പ്രാർത്ഥന. പ്രാർത്ഥന സൗജന്യമാണ്. ദൈവവാക്യങ്ങൾ സൗജന്യമാണ്. ദൈവസ്നേഹം സൗജന്യമാണ്. പലപ്പോഴും നാം കാണാറുണ്ട്, ഒരു സഭയിൽ, ഒരു ആരാധനാലയത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പാവപ്പെട്ടവൻ, പണക്കാരൻ, ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു വീട് വെക്കുമ്പോൾ അടുത്തുള്ള സ്വന്തം അയൽവക്കക്കാരനെക്കാട്ടിലും ഒരു പടി മുമ്പിൽ എൻ്റെ വീട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ അടുത്ത ആരാധനാലയത്തിൽ അതിനേക്കാൾ മുമ്പിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പലപ്പോഴും പലരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൂടെയായിരിക്കും പല കാര്യങ്ങളും നടക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും പല ആരാധനാലയങ്ങളിലും പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിലൂടെ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. വരുമാനമുള്ളവരും ഇല്ലാത്തവരും, പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ. പണക്കാരൻ്റെ ലക്ഷങ്ങളുടെ ദാനം ലിസ്റ്റിൽ ഒന്നാമത് കാണുമ്പോൾ ഏറ്റവും കുറഞ്ഞ പാവപ്പെട്ടവൻ്റെ ദാനം താഴേക്കടയിൽ ഏറ്റവും ഒടുവിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ മാനസിക അവസ്ഥ, അല്ലെങ്കിൽ കൊടുക്കാത്തവരുടെ ചില കാരണങ്ങൾ കൊണ്ട് കൊടുക്കാതെ ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവാം. നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾ
എന്തെങ്കിലും റീസൺ കൊണ്ടാവാം ചിലപ്പോൾ കൊടുക്കാതിരുന്നത് എന്ന് വിചാരിച്ച് ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ദൈവം നമ്മെ ഒരിക്കലും ചതിക്കില്ല. പലപ്പോഴും നാം കാണുന്നത് ദൈവത്തിൻ്റെ പേരിൽ ചതിക്കുന്ന മനുഷ്യരെയാണ്. എന്താണ് യഥാർത്ഥ ദാനം? ദൈവം ദാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-ാം അധ്യായം, നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദാനം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടുള്ളതോ ഒരു ഷോ ഓഫ് ആയിരിക്കരുത്. ദാനം മനസ്സിൽ നിന്നാണ് ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിങ്ങളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ചില മനുഷ്യർ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണ്, 5 രൂപ കൊടുത്തിട്ട് അത് വീഡിയോ എടുത്തിടുന്ന ഒരു സമൂഹം. ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വിചാരിക്കും. നിങ്ങൾ ആ 5 രൂപ കൊടുത്തിട്ട് ലോകം മുഴുവനും ഒരു വീഡിയോ ഇടും, ഞാൻ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് 5 രൂപ കൊടുത്തു, ഞാൻ ദാനശീലനാണ് എന്ന് കാണിക്കുന്ന വീഡിയോസ്. പ്രിയമുള്ളവരെ, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഓ അദ്ദേഹം ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ആ 5 രൂപ കൊടുത്ത് ലോകം മുഴുവനും പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ 5-ന് പകരം 5 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം അദ്ദേഹം വിറ്റത് ആ മനുഷ്യന്റെ അഭിമാനത്തെയാണ്. ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒന്നുമില്ലാത്തവനായി ചിത്രീകരിച്ച്, എന്നാൽ താൻ എന്തോ വലിയ മഹത് വ്യക്തിയാണെന്ന് കാണിച്ച് ഇടുന്ന വീഡിയോസ് ദിവസവും നമുക്ക് കാണാം. ഈ അടുത്ത് ഒരു വീഡിയോ കാണാനിടയായി. ഒരു സ്ത്രീ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുന്നു. അറിയില്ല, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാണോ എന്താണെന്നറിയില്ല. അവിടെ ഫുട്പാത്തിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്, പ്രായമായ ഒരു സ്ത്രീ. അവരെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിവരണം തുടങ്ങി. അത് കഴിഞ്ഞ് ആ സ്ത്രീയെ ഓട്ടോയിൽ ഇരുത്തി അവരെ വീണ്ടും വഴിയിൽ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതിൽ പോലും പറയുന്നത് ഞാൻ ആ സ്ത്രീയെ സഹായിച്ചു എന്നാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും നമ്മളൊന്ന് മനസ്സിലാക്കണം. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്യുന്ന ആളുകൾ ഉള്ളിൽ എത്രത്തോളം നന്മയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. ദൈവം കൃത്യമായി എല്ലാം നാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ഇന്ന് കാണുന്ന പല നന്മ ചെയ്യുന്ന നന്മ മരങ്ങൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നല്ലത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം
മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതമാക്കി വിറ്റ് ജീവിക്കുന്ന പലരെയും നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ കാണാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യം, ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം നൽകി. യേശു പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം നൽകി. വിശപ്പുള്ളവരെ ഭക്ഷിപ്പിക്കുക, ദാഹമുള്ളവരെ കുടിപ്പിക്കുക, ദരിദ്രനെ സഹായിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. നീ ഒരിക്കലും നീ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനല്ല. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഓരോ നന്മ പ്രവൃത്തികളും ഈ ലോകത്ത് നിങ്ങൾ പണം വാരി എറിയുന്നതിനേക്കാൾ ഒരു പടി മുമ്പിൽ ഒരു മനുഷ്യന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ അത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി വീഡിയോ ചിത്രീകരിച്ച് ലോകം മുഴുവനും കൊട്ടിഘോഷിച്ച് ഞാൻ ഇയാൾക്ക് സംഭാവന നൽകിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കാണ് അങ്ങനെ ഒരു അവസ്ഥ. ലോകത്ത് ഒരു മനുഷ്യരും തനിക്കൊരു സഹായം നൽകുന്നത് എത്രത്തോളം അവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടിട്ടാണ് ഒരാൾ ഒരു ദാനം വാങ്ങിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ലോകത്താരും ആരുടെയും ഔദാര്യമായ ഒരു കാര്യവും മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും ദയാദാക്ഷിണ്യം പലപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് അത് വീഡിയോ ഇടുന്ന ധാരാളം പേരുണ്ട്. അവരും മനുഷ്യരാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം നൽകി. വിശപ്പുള്ളവരെ ഭക്ഷിക്കുക, ദാനമുള്ളവരെ കുടിപ്പിക്കുക, ദരിദ്രരെ സഹായിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തിന് പണം കൊടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ മക്കളെ സഹായിക്കുന്നതാണ് ഏറ്റവും അത്യുന്നതമായ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആദ്യകാലത്ത് പഴയ കാലങ്ങളിൽ നാം കാണാറുണ്ടായിരുന്നു. പഴയ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ നിങ്ങൾ പഴയ തലമുറയുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞ ഒരു കഥ എവിടെയെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, പഴയ കാലത്ത് സന്യാസി ശ്രേഷ്ഠന്മാർ ചെരുപ്പ് പോലും ഇടാതെ നടന്ന് ഓരോ ഭവനങ്ങളിലും കയറുമായിരുന്നു. അവിടെ ആഹാരമുണ്ടോ, വസ്ത്രമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അവിടുന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന 1 രൂപയുള്ളെങ്കിൽ പോലും, 1 നാണയം ഉണ്ടെങ്കിൽ പോലും അത് ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പണ്ടത്തെ കാലത്ത് ഒരുപാട് നല്ല സന്യാസിമാർ നമ്മുടെ ചുറ്റും ജീവിച്ചിരുന്നു. അന്ന് അവർ ചെയ്ത നന്മ ആ സന്യാസി സമൂഹം അവർക്കുള്ളത് വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. പണ്ടുകാലത്ത് ഒരു സന്യാസി അച്ഛൻ പറയുമായിരുന്നു, ആ അച്ഛൻ കിട്ടുന്നത് മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം നൽകുമായിരുന്നു.
മദർ തെരേസയെ പോലെ ഒരുപാട് ധാരാളം സന്യാസി സമൂഹം ഉണ്ടായിരുന്നു നമുക്ക് ചുറ്റും. എന്നാൽ ഇന്ന് അവസ്ഥകൾ മാറി. അവസ്ഥകൾ മാറിയപ്പോൾ, ആഡംബരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയപ്പോൾ, പഴയ കാലത്തിൽ നിന്നൊക്കെ എല്ലാവരും വേർതിട്ട് എല്ലാവരും മാറി മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. പണ്ട് അടുത്തെങ്ങും ഒരു ചെരുപ്പ് പോലും ഇടാതെയാണ് പല സന്യാസി സമൂഹസ്ഥർ പോയിരുന്നത്. പാവപ്പെട്ടവരെ വിസിറ്റ് ചെയ്തത്, രോഗികളെ ആശ്വാസം പകർന്നു കൊടുത്തത്. എന്നാൽ ഇന്ന് പല ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റും നല്ലത് ചെയ്യുന്നവരും ദോഷം ചെയ്യുന്നവരും രണ്ട് സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. പണ്ടൊരിക്കൽ ഒരു കഥ കേട്ട ഒരു കഥയാണ്. ഒരു വലിയ പള്ളി. ആ വലിയ പള്ളിക്ക് നോക്കുമ്പോൾ ചുറ്റും കുറേ വലിയൊരു പെരുന്നാളോ ഫംഗ്ഷനോ ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. ധാരാളം ഭിക്ഷക്കാർ നിരന്ന് ഇരിപ്പുണ്ട്. ആൾക്കാർ അവിടുത്തെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പുരോഹിതന്മാർ ആഡംബര വാഹനങ്ങളിൽ വരുന്നു. താഴേക്കിടയിലുള്ള കുഷ്ഠരോഗികൾ, അതുപോലെ തന്നെ ഭിക്ഷക്കാരായ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു. ആ പള്ളിയുടെ മുകളിൽ 2 പ്രാവുകൾ ഇരിപ്പുണ്ടായിരുന്നു. ആ പ്രാവുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു പ്രാവ് മറ്റൊരു പ്രാവിനോട് പറഞ്ഞു, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ പറയുന്നു, ഇവിടെ ഈ പള്ളിയിൽ പെരുന്നാളാണ്. പെരുന്നാളാണോ? അതെ, പെരുന്നാളാണ്. ധാരാളം ആൾക്കാരുണ്ടല്ലോ. അതെ, ധാരാളം ഭിക്ഷക്കാർ അവിടെ ഇരിപ്പുണ്ടല്ലോ. അതെ, എന്ത് വലിയ വാഹനമാണ് ആ പുരോഹിതന്മാർ വരുന്ന വാഹനം. അന്നേരം മറ്റേ പ്രാവ് പറഞ്ഞു, അതെ. അപ്പോ അടുത്ത പ്രാവ് പറഞ്ഞു, ദൈവം ഇത്രയധികം ആഡംബരം ആഗ്രഹിക്കുന്നുണ്ടോ? അന്നേരം അടുത്തിരുന്ന വേറൊരു പ്രാവ് പറഞ്ഞു, ദൈവം ആഡംബരം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചു, അത് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ മറ്റേ പ്രാവ് പറഞ്ഞു, നോക്കൂ, ആ ആഡംബരക്കാറിൽ വരുന്ന പുരോഹിതൻ അവിടെ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പകരം അദ്ദേഹം ആ ആരാധനാലയത്തിലെ ഏറ്റവും പ്രമാണിയായ ആളെ സംസാരിക്കുകയും നോക്കുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മറ്റേ ചെറിയൊരു പ്രാവ് പറഞ്ഞു, അപ്പോൾ ഈ പള്ളിയിൽ, ഈ ആരാധനാലയത്തിൽ, ഇത്രയും വലിയ ആരാധനാലയമായതുകൊണ്ട് ദൈവം
ഇവിടെയാണോ ഇരിക്കുന്നത്? അതോ ഇതിലും വലിയ പള്ളിയിലാണോ ദൈവം ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിലെ ഒരു മുതിർന്ന പ്രാവ് പറഞ്ഞു, ദൈവം എത്ര നാൾ മുമ്പേ പടിയിറങ്ങിപ്പോയി എന്ന്. ശ്രദ്ധിക്കണം, ദൈവം എത്ര നാൾ മുമ്പേ ഈ ആരാധനാലയത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്ന്. നമ്മൾ ധാരാളമായി കാണുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ പരസ്പരം മത്സരിക്കുകയും പരസ്പരം കലഹിക്കുകയും ആരാധനാലയത്തിൽ പള്ളികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മത്സരിക്കുകയും സ്ഥാനത്തിന് വേണ്ടിയുള്ള ബഹളങ്ങൾ, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ദിവസം പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല, കഴിവതും പള്ളിയിൽ പോകണം. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട. ദൈവം 4 ആൾ കൂടുന്നിടത്ത് ഉണ്ട് എന്ന് പറയുന്നില്ല. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ സ്വന്തം മുറിയിൽ അടച്ചിട്ട് ദൈവത്തെ ധ്യാനിക്കുക. അവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രിയമുള്ളവരെ, വലിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും യഥാർത്ഥ ദാനം എന്താണെന്ന് നമ്മൾക്കാർക്കും അറിവില്ല. തിരിച്ചറിവുണ്ടാവണം. യഥാർത്ഥ ദാനം എന്താണ്? നിങ്ങൾ ദൈവത്തെ സേവിക്കുക, ദൈവത്തിന് പണം കൊടുക്കുന്നതല്ല. ദൈവത്തിൻ്റെ മക്കളെ സഹായിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 34-35 വാക്യം. അവർക്കുണ്ടായത് വിറ്റ് ദരിദ്രർക്കു കൊടുത്തു, അവർ എന്ത് ചെയ്തില്ല? അതാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. പഴയകാലത്തെ സന്യാസി സമൂഹം അവർക്കുണ്ടായത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നു. അവർ സമ്പാദിച്ചില്ല, അവർ ശേഖരിച്ചില്ല, അവർ പങ്കുവെച്ചു. എന്നാൽ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇന്ന് നമ്മൾ ശേഖരിക്കുന്നു. അവർ പങ്കിട്ടു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണ്? പ്രിയമുള്ളവരെ, ചിന്തിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ് സ്വർഗരാജ്യത്തിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിൽ ഒരു നാണയമേ ഉള്ളെങ്കിലും അതിന് ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിലമതിക്കാൻ പറ്റാത്തതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പണത്തേക്കാൾ ഉപരി പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ മരുന്ന്, ഒരു നേരത്തെ അവൻ ഉടുക്കാനുള്ള വസ്ത്രം, നിങ്ങൾ സാമ്പത്തികമായി പിന്നോവസ്ഥയിലാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം
ഒരാൾക്കെങ്കിലും വേണ്ടി ചെയ്യുക. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട ഒരു ഷോ ഓഫ് ആയി മാറ്റി ഒരിക്കലും മാറരുത്. നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തെ ഒരിക്കലും പണവുമായി ബന്ധിപ്പിക്കരുത് പ്രിയമുള്ളവരെ. ആരെങ്കിലും നിങ്ങളെ ചതിക്കുന്നുവെങ്കിൽ അത് തിരിച്ചറിയുക. സഹായം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ചെയ്യുക. ചെറിയ കാര്യം പോലും വലിയതാണ്. ഒരു വിശപ്പുള്ളവന് ഭക്ഷണം, ഒരു ദരിദ്രന് സഹായം, ഒരു രോഗിക്ക് മരുന്ന്. ഇത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ വിശ്വസിച്ച് അവനിൽ സമർപ്പിച്ച് ജീവിക്കുക. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹം, കരുണ, സത്യമായ ഹൃദയം. ഞാൻ യാഗമല്ല, കരുണ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താണ്? ഈ ഒരു ബൈബിൾ വാക്യം കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്. ഒരു ആരാധനാലയത്തിലോ അതിൽ പണക്കാരൻ കൊടുത്ത സംഭാവനയും നിങ്ങളുടെ സംഭാവനയും തമ്മിൽ ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അതോർത്ത് ദുഃഖിക്കുവാനും പാടില്ല. നിങ്ങളുടെ സംഭാവന ദൈവം അങ്ങ് സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരെ നിങ്ങൾ സഹായിക്കുക. പലപ്പോഴും അമിതമായ ദൂർത്തടിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേരിന് വേണ്ടി ചെയ്യുന്ന ചാരിറ്റിയും ഒക്കെ തിരിച്ചറിയുക. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഷോ ഓഫിലൂടെ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അവർക്ക് നന്മ ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, സംഭാവനയുടെ പേരിലും ചാരിറ്റിയുടെ പേരിലും 1 രൂപയെങ്കിലും സ്വന്തമായി നേടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിൻ്റെ പേരിൽ വാങ്ങുന്ന സംഭാവന അത് പാവപ്പെട്ടവന് വേണ്ടിയുള്ളതാണ്. ദൈവം എവിടെയും സംഭാവന പറഞ്ഞിട്ടില്ല. വിശക്കുന്നവന് ആഹാരം, വസ്ത്രം, ഭക്ഷണം, മരുന്ന്, ഇത് ദൈവം ആഗ്രഹിക്കുന്ന നന്മയിലൊന്നാണ്. ഇന്ന് ഈ സമൂഹം നന്മ നടത്തുന്നുണ്ടെങ്കിൽ അത് എല്ലാവിധത്തിലുമുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാവണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ആരെയും നിങ്ങൾ നോക്കുകയോ ശ്രദ്ധിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കൊരു പാവപ്പെട്ടവനെ സഹായിക്കണം എന്ന്.
നമുക്ക് ചുറ്റും ധാരാളം പാവപ്പെട്ട ആൾക്കാരുണ്ട്. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം പാവപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ വാതിൽ തുറക്കുന്നതിന് ഏറ്റവും ഉചിതമായ സമയമാണ്. പ്രിയമുള്ളവരെ, മത്സരബുദ്ധികൾ നടക്കുന്ന ഈ ലോകത്ത് മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. സഭയോ വലിയ ജാതിയോ കുലമോ ഇതൊന്നും അല്ല. മനുഷ്യനെ സ്നേഹിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ പറയുവാൻ ഉള്ള അവസരം നിങ്ങളിൽ കൂടുതൽ നന്മ ചെയ്യുവാനും അതൊരു ഷോ ഓഫ് ആക്കി തീർക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് അവരവരുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി മാത്രമുള്ള പല പ്രവണതകളായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാവപ്പെട്ടവനും അവന് അഭിമാനമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പാവപ്പെട്ടവനും ഒരു നല്ല മനസ്സുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പണമല്ല ജീവിതത്തിൻ്റെ അവസാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നാളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഇന്ന് സമ്പാദിച്ചത് മുഴുവനും, ഇന്ന് നിങ്ങൾ നേടിയെടുത്ത പദവികൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവർക്കും 6 അടി മണ്ണിലേക്കുള്ള മടക്കയാത്രയാണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും മനുഷ്യർ അഹങ്കാരിക്കുന്നത് നമുക്ക് ചുറ്റും കാണാം. പണമില്ലാത്തതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നു. പണക്കാരൻ പാവപ്പെട്ടവനെ മർദ്ദിക്കുന്ന പല അവസരങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഈ പ്രപഞ്ചം, നമ്മൾ ശ്വസിക്കുന്ന വായു, വെള്ളം, അഗ്നി, ഈ പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഭൂമി, ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് ദിവസവും ഉപയോഗിക്കുന്നതാണ്. നാളെ മുതൽ ഓക്സിജൻ ഇല്ലാതെ വരുന്ന ഒരു സമയം വരുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, നാളെ എന്ത് സംഭവിച്ചാലും ഇന്ന് കിടന്നുറങ്ങി നാളെ നിങ്ങൾ എഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ അധ്യായം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യനെ മനുഷ്യനായി കാണുക. അധികാരവും അഹങ്കാരവും കൊലപാതകവും അവസാനം എന്ത് നേടി എന്ന് നിങ്ങൾ ആലോചിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസവും അതുപോലെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കും. ഈ പ്രാർത്ഥനകളും വാക്യങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.